ഹലോ എവരിവൺ, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിന്റെ മെം സീരീസിലേക്ക് സ്വാഗതം. PSC മത്സര പരീക്ഷകളിലെ സ്ഥിരം വില്ലനായി വരുന്ന 3 ഏരിയകളാണ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. ഈ 3 ടോപ്പിക്സും നിങ്ങൾക്ക് എളുപ്പമാക്കുന്നതിന് വേണ്ടിയുള്ള ചില ടിപ്സും ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്ന സീരീസാണ് മെം സീരീസ്. ഇതിനകം തന്നെ നമ്മൾ ഒട്ടനവധി ക്ലാസ്സുകൾ ഈ ഒരു ടോപ്പിക്കിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാത്തവരും അതുകൂടി കാണുക. നമ്മുടെ ഹാജാസ് ക്ലാസ്സസിൻ്റെ പ്ലേലിസ്റ്റിൽ മെം സീരീസ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അത്തരം ക്ലാസ്സുകൾ കാണാൻ കഴിയുന്നതാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ടോപ്പിക്കിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആണ്. എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്ത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിന് പ്രാധാന്യമുള്ളതാണ്. ആക്റ്റീവ് വോയിസിന് സബ്ജക്റ്റിന് പ്രാധാന്യം ഉണ്ടാവും. പാസീവ് വോയിസ് ആണെങ്കിലോ ഒബ്ജക്റ്റിന് പ്രാധാന്യം ഉണ്ടാവും. ജസ്റ്റ് അത് മാത്രം ഞാനൊന്ന് പറയാം. ഇനി റൂൾസ് കംപ്ലീറ്റ് ഞാൻ പറയില്ല. ഓരോ ക്വസ്റ്റിന് സഹായിക്കുന്ന തരത്തിലുള്ള റൂൾസ് മാത്രമേ പറയുള്ളൂ. ആദ്യത്തെ ചോദ്യം ഇതാണ്: ദ സ്റ്റുഡൻസ് ഓഫ് അവർ സ്കൂൾ ഡാഷ് ഗീവൺ എ ചാലഞ്ചിങ് ടാസ്ക് യെസ്റ്റർഡേ. അപ്പോൾ ഇത് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്ന ഭാഗത്തിൽ നിന്നുള്ളതുമാണ്, അതോടൊപ്പം ടെൻസിൽ നിന്നുള്ളതുമാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം കാണുമ്പോൾ യെസ്റ്റർഡേ പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ വേറെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന എത്ര ഓപ്ഷൻസ് താഴെയുണ്ട് എന്ന് നോക്കിയാൽ മതി. 2 ഓപ്ഷൻസ് ഉണ്ട്, വാസും ഉണ്ട്, വേറും ഉണ്ട്. സോ വാസും വേറുമുള്ള സ്ഥിതിക്ക് സിംഗുലർ ആണെങ്കിൽ, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വാസും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേറും ആയിരിക്കും. നമ്മുടെ സബ്ജക്റ്റ് ദ സ്റ്റുഡൻസ് ആണ്. സ്റ്റുഡൻസ് പ്ലൂറൽ ആണ്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. സെറ്റല്ലേ? ഇത്രയേ ഉള്ളൂ ചിന്തിക്കേണ്ടത്. വളരെ സിമ്പിളായിട്ട് ചിന്തിക്കുക. ഉത്തരത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. ദെൻ അടുത്ത ചോദ്യം: എ ബുക്ക് ഈസ് ഡാഷ് ടു സ്മിത ബൈ ഹെർ അങ്കിൾ. ഒരു സെന്റൻസിന്റെ അവസാനത്തിൽ ബൈ പ്ലസ് ഒരു നൗൺ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ബൈ ഏജന്റ് എന്നാ പറയാറ്. ബൈ ഏജന്റ് ഉണ്ട് എങ്കിൽ അതിനർത്ഥം പാസീവ് വോയിസ് ആയിരിക്കും എന്നുള്ളതാണ്. ദെൻ പാസീവ് വോയിസിൽ മെയിൻ വെർബ് എപ്പോഴും വേർബ് 3 ആയിരിക്കും. ഇവിടെ നമുക്ക് മിസ്സായിട്ടുള്ളത് മെയിൻ വേർബാണ്. ബാക്കിയെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ അത് മാത്രം നമ്മൾ ചിന്തിക്കുക. മെയിൻ വേർബ് V3 ആയിരിക്കും. തന്നിരിക്കുന്ന ഓപ്ഷനിൽ V3 ആയിട്ട് വന്നിട്ടുള്ളത് പ്രസന്റഡ് എന്ന ഓപ്ഷൻ ഡി മാത്രമാണ്. നമുക്ക് അതാണ് ഉത്തരമായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം ചിന്തിക്കുക കേട്ടോ. ഒരുപാട് ചിന്തിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. ആവശ്യമുള്ളത് മാത്രം ചിന്തിക്കുക. സെറ്റല്ലേ? സോ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചേഞ്ച് ദ വോയിസ്. സംവൺ ഹാസ് ചേഞ്ച്ഡ് മൈ ആറ്റിറ്റ്യൂഡ്. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇത് ആക്റ്റീവ് വോയിസ് ആണ്. ഇത് ആക്റ്റീവ് വോയിസ് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ, ഇവിടെ ചേഞ്ച്ഡ് എന്നുള്ളതാണ് ഇവിടുത്തെ വെർബ്. ഈ ചേഞ്ച്ഡ് എന്ന വെർബ് പ്രവർത്തിച്ചിരിക്കുന്നത് ആദ്യം കാണുന്ന സംവൺ തന്നെയാണോ എന്ന് ശ്രദ്ധിച്ചാൽ മതി. അഥവാ മാറ്റുക, ഈ മാറ്റം വരുത്തുക എന്ന പ്രവൃത്തി ചെയ്തിട്ടുള്ളത് സംവൺ ആണോ? ആണ്. സോ അത് തന്നെയാണ്. ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള മാർഗം. ഓക്കെ അല്ലേ? ദെൻ ഇനി നമുക്ക് നേരെ ഓപ്ഷൻസിലേക്ക് വരാം. ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ ആക്റ്റീവ് വോയിസിലെ സംവൺ ഇവിടെ അവസാനത്തിലേക്ക് പോകും. മൈ ആറ്റിറ്റ്യൂഡ് തുടക്കത്തിലേക്കും വരും. അപ്പോൾ അവിടെ എല്ലാ സ്ഥലത്തും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ദെൻ ഇവിടെ ഓപ്ഷൻ എയിൽ സംതിങ് എന്ന് വന്നിട്ടുണ്ട് അല്ലേ? സംതിങ് എന്ന് വന്നിട്ടുണ്ട്. അപ്പം മീനിങ് നോക്കുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. സംവൺ ആകുമ്പോൾ പേഴ്സൺ ആണ്, സംതിങ് എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് ആണ്. എന്നാലും നമുക്കത് എലിമിനേറ്റ് ചെയ്യണ്ട. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം റെഡി ആയിട്ട് വരുന്നുണ്ടോ എന്നുകൂടി നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഉത്തരം തീരുമാനിക്കാം. അപ്പോൾ ഇത് സംതിങ് ആയതുകൊണ്ട് മാത്രം അത് വെട്ടിക്കളയരുത് കേട്ടോ. ബാക്കിയുള്ള റൂൾസ് കൂടി നമുക്ക് നോക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാത്തിലും V3 ആണോ എന്നാണ്. എല്ലാത്തിലും V3 തന്നെയാണ്. ദെൻ ഇനി നമുക്ക് വേണ്ടത് ഓക്സിലറി ആണ്. മിക്കവാറും ഓക്സിലറി നോക്കുമ്പോഴാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. ശ്രദ്ധിക്കുക, ആക്റ്റീവ് വോയിസിൽ ഓക്സിലറി ഹാസ് ആണെങ്കിൽ പാസീവ് വോയിസിൽ ഒന്നെങ്കിൽ ഹാസ് ബീൻ ആയിരിക്കും, അല്ലെങ്കിൽ ഹാവ് ബീൻ ആയിരിക്കും. അങ്ങനെ തന്നെ പഠിക്കുക. ആക്റ്റീവ് വോയിസിൽ ഓക്സിലറി ഹാസ് ആണെങ്കിൽ പാസീവ് വോയിസിൽ ഹാസിന്റെ കൂടെ ഒരു ബീൻ വരും, അല്ലെങ്കിൽ ഹാവ് ബീൻ വരും. ഒന്നെങ്കിൽ ഹാസ് ബീൻ വരും, അല്ലെങ്കിൽ ഹാവ് ബീൻ വരും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എയിൽ മാത്രമാണ് അങ്ങനെ വന്നിട്ടുള്ളത്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. ഇവിടെ ബീൻ വന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഹാഡ് ബീൻ ആണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ആക്റ്റീവ് വോയിസിൽ നമ്മൾ ടെൻസ് ചേഞ്ച് ചെയ്യില്ല. അത് റിപ്പോർട്ടഡ് സ്പീച്ചിലാണ് ടെൻസ് ചേഞ്ച് ചെയ്യുന്നത്. ഇവിടെ ഹാസ് ആണെങ്കിൽ
നാം ഇവിടെ ഹാസ് ഉപയോഗിക്കും, അല്ലെങ്കിൽ പ്രസന്റ് ടെൻസിലെ തന്നെ ഹാവ് യൂസ് ചെയ്യും. അത് നമ്മുടെ തുടക്കത്തിൽ വരുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഹാസോ ഹാവോ നമ്മൾ യൂസ് ചെയ്യും. ടെൻസ് എന്ത് ചെയ്യില്ല, മാറ്റില്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. സെറ്റ് അല്ലേ? ദെൻ അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. ലെറ്റ് ദം ബിൽഡ് എ ഹോസ്പിറ്റൽ ഹിയർ. അപ്പൊ ലെറ്റ് വെച്ച് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്കത് നോക്കാം. ലെറ്റ് ദം, അവരെ അനുവദിക്കുക. ബിൽഡ് എ ഹോസ്പിറ്റൽ ഹിയർ, ഇവിടെ ഒരു ഹോസ്പിറ്റൽ നിർമ്മിക്കാൻ വേണ്ടി അനുവദിക്കുക. സോ ഇവിടെ നിർമ്മാണം എന്നുള്ളത് അവരാണോ ചെയ്യേണ്ടത്? അതെ. സോ അതുകൊണ്ട് ആക്റ്റീവ് വോയിസ് ആണ് നമുക്ക് കിട്ടും. അത് ശ്രദ്ധിക്കണം കേട്ടോ. മെയിൻ വേർബ് ബിൽഡ് ആണ്, നിർമ്മിക്കുക. നിർമ്മിക്കുക എന്നുള്ള പ്രവൃത്തി ചെയ്യേണ്ടത് ദം ആണോ? അതെ. അപ്പൊ അതുകൊണ്ട് നമുക്കത് ഒരു അർത്ഥത്തിൽ ആക്റ്റീവ് വോയിസ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ദെൻ ഇത് പാസീവ് വോയിസ് ആക്കുന്ന സമയത്ത് എ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിനെ ആണല്ലോ നിർമ്മിക്കേണ്ടത്. അപ്പൊ ലെറ്റിന് ശേഷം എ ഹോസ്പിറ്റൽ വരണം. ലെറ്റിന് ശേഷം എ ഹോസ്പിറ്റൽ വരണം. അപ്പൊ അങ്ങനെ വരാത്ത ഓപ്ഷൻസ് നമുക്ക് ഉത്തരത്തിൽ വരില്ല. ഓക്കെ അല്ലേ? അപ്പൊ ലെറ്റ് എ ഹോസ്പിറ്റൽ. ദെൻ ലെറ്റ് വെച്ചിട്ടുള്ള ആക്റ്റീവ് വോയിസ് വരുമ്പോൾ ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് പിന്നെ ഒരു ബി കൊടുക്കണം. ബി കണ്ടോ? അപ്പൊ ഇവിടെ രണ്ട് സ്ഥലത്തും ബി ഉണ്ട്. അതിനുശേഷം വരേണ്ടത് V3 ആണ്. ആക്റ്റീവ് വോയിസിന് ഏത് മെയിൻ വെർബ് വന്നാലും പാസീവ് വോയിസ് ആക്കുന്ന സമയത്ത് V3 ആണ്. ബിൽഡ് എന്നതിന്റെ V3, ബിൽഡ് എന്നുള്ളത് V1 ആണ്. ബിൽഡ് V1 ആണ്. അതിന്റെ V3 എന്താണ്? ബിൽറ്റ് എന്നാണ്. ബിൽറ്റ്. അവിടെയാണ് നമ്മുടെ ആൻസർ ഇരിക്കുന്നത്. ഇവിടെ ബിൽഡ്, ഇത് V1 ആണ്. നമുക്ക് V3 ആയിട്ടുള്ള ബിൽറ്റ് ആണ് വരേണ്ടത്. ദെൻ ഹിയർ ബൈ ദം, ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പൊ ഇവിടെ V3 കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയാണ് നമുക്ക് ഉത്തരം തീരുമാനമായത്. അപ്പൊ പഠിച്ചു വെക്കുക. ലെറ്റ് വെച്ച് കൊണ്ടുള്ള ഒരു സെന്റൻസ് ആണ് വരുന്നെങ്കിൽ അവിടുത്തെ പാറ്റേൺ ഇങ്ങനെയാണ്. ആദ്യം ലെറ്റ് വരും, അതിനുശേഷം ഒബ്ജക്റ്റ് വരും, അതിനുശേഷം ഒരു ബി വരും, ദെൻ V3 വരും, ദെൻ ബൈ ഏജന്റ്. ഇങ്ങനെ അങ്ങോട്ട് പഠിച്ചു വെക്കുക. സെറ്റ് അല്ലേ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഒരു വലിയൊരു ചോദ്യമാണ്. ചൂസ് ദ കറക്റ്റ് പാസീവ് ഫോം ഓഫ് ദ സെന്റൻസ്. പീപ്പിൾ വിൽ ലാഫ് അറ്റ് യു ഇഫ് യു വെയർ ദീസ് ഗ്രീൻ പാൻസ് ഫോർ ദ പാർട്ടി. ഇഫ് ക്ലോസും പാസീവ് വോയിസും ഒരുമിച്ച് ചോദിച്ചിരിക്കുകയാണ്. പുതിയ ടൈപ്പ് ചോദ്യങ്ങളിൽ വരുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് ഭാഗത്തും, ഇവിടെ രണ്ട് ക്ലോസ് ഉണ്ട്. പീപ്പിൾ വിൽ ലാഫ് അറ്റ് യു ഇഫ് യു വെയർ ദിസ് ഗ്രീൻ പാൻസ് ഫോർ ദ പാർട്ടി. രണ്ട് ക്ലോസുകളും എന്ത് ചെയ്യണം? പാസീവ് വോയിസ് ആക്കണം. അപ്പൊ ആദ്യം ഓരോന്ന് എടുത്ത് പാസീവ് വോയിസ് ആക്കാം. ഇവിടെ നമുക്ക് പീപ്പിൾ വിൽ ലാഫ് അറ്റ് യു, ആദ്യം അത് മാത്രം ചെയ്യുക. അപ്പൊ പീപ്പിൾ സബ്ജക്റ്റ് ആണ്, വിൽ ലാഫ് ഓക്സിലറിയും അതോടൊപ്പം തന്നെ മെയിൻ വേർബും ആണ്. വിൽ ലാഫ് അറ്റ് ഇത്രയും എടുക്കണം, പിന്നെ യു. അപ്പൊ ആദ്യം അത് മാത്രം എടുത്ത് ചെയ്യുക കേട്ടോ. ആദ്യം അത് മാത്രം എടുത്ത് ചെയ്യുക, ഇല്ലെങ്കിൽ തെറ്റിക്കും നിങ്ങൾ. അപ്പൊ ആദ്യം യു തുടക്കത്തിൽ വരണം. എല്ലാത്തിലും യു തുടക്കത്തിൽ വന്നിട്ടുണ്ട്. ദെൻ വില്ല് വന്നു കഴിഞ്ഞാൽ എങ്ങനെ മാറും? വിൽ ബി ആകും അല്ലെ? ആക്റ്റീവ് വോയിസിൽ വില്ലാണെങ്കിൽ പാസീവ് വോയിസിൽ വിൽ ബി ആയിരിക്കും. പാസ്റ്റ് ആക്കി വുഡ് ബി ആക്കി കളയരുത് കേട്ടോ. നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ മാത്രമാണ് ഓക്സിലറിയുടെ ടെൻസ് മാറ്റുന്നത്. ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിൽ ടെൻസ് മാറ്റില്ല. അപ്പൊ ഇത് രണ്ടും നമുക്ക് വെട്ടാം, കാരണം ഇവിടെ വുഡ് വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ടെൻസ് മാറ്റേണ്ട ആവശ്യമില്ല. ദെൻ വിൽ ബി രണ്ട് സ്ഥലത്തും ഉണ്ട്. വിൽ ബിക്ക് ശേഷം V3 ആണ് വരേണ്ടത്, അതും കറക്റ്റ് ആണ്. അപ്പൊ ഈ ഭാഗം, ഈ രണ്ട് ക്ലോസും സിയിലും ഡിയിലും കറക്റ്റ് ആണ്. അപ്പൊ ഇനി അടുത്ത ക്ലോസിലായിരിക്കും നമുക്ക് അടുത്ത ക്ലോസ് ശരിയാക്കുമ്പോഴായിരിക്കും ഉത്തരം ഏതാണെന്ന് പിടികിട്ടുന്നത്. ദെൻ ഇഫ് യു വെയർ ദീസ് ഗ്രീൻ പാൻസ് ഫോർ ദ പാർട്ടി, അവിടെ ഇഫ് അതങ്ങനെ തന്നെ കടന്നോട്ടെ, ഇഫ് നമുക്ക് പ്രശ്നമല്ല. ഇനി യു വിയർ ദീസ് ഗ്രീൻ പാൻസ് ഫോർ ദ പാർട്ടി, അത് നമുക്ക് പാസീവ് വോയിസ് ആക്കാം. യു സബ്ജക്റ്റ് ആണ്. വിയർ എന്ന് പറയുന്നത് അവിടുത്തെ മെയിൻ വേർബ് ആണ്. ദീസ് ഗ്രീൻ പാൻസ് ഫോർ ദ പാർട്ടി, അതിൽ ദീസ് ഗ്രീൻ പാൻസ് എന്നുള്ളത് അവിടുത്തെ ഒബ്ജക്റ്റ് ആണ്. ഫോർ ദ പാർട്ടി അവിടെ അഡീഷണൽ ആയിട്ട് വന്ന സെന്റൻസിന്റെ ബാക്കിയുള്ള ഭാഗമാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ആദ്യം യു വിയർ ദീസ് ഗ്രീൻ പാൻസ് അത്ര നോക്കാം. ഫോർ ദ പാർട്ടി അവസാനം അതേപോലെ അങ്ങ് ചേർത്താൽ മതി. സോ യു ഇവിടുത്തെ സബ്ജക്റ്റ് നമുക്ക്
ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ പാസീവ് വോയിസിൽ വരുമ്പോൾ അവസാനം കൊടുക്കണം. ആദ്യം വരേണ്ടത് ദീസ് ഗ്രീൻ ആണ്. അപ്പോൾ ദീസ് ഗ്രീൻ പാൻസ്, ഇവിടെയും അങ്ങനെ തന്നെയാണ്, ഇവിടെയും അങ്ങനെ തന്നെയാണ്. ദെൻ വിയർ, മെയിൻ വെർബ് വിയർ ആണ്, അഥവാ V1 ആണ് അല്ലേ, V1 ആണ്. ആക്റ്റീവ് വോയിസിൽ V1 കണ്ടു കഴിഞ്ഞാൽ പാസീവ് വോയിസിൽ നമ്മൾ ചെയ്യേണ്ടത് ആം, ഈസ്, ആറിൽ നിന്നുള്ള ഒരു ഓക്സിലറിയെ തിരഞ്ഞെടുക്കണം. അപ്പൊ നമ്മുടെ സബ്ജക്റ്റ് ദീസ് ഗ്രീൻ ആയതുകൊണ്ട് ദീസ് പ്ലൂറൽ അല്ലേ, ദീസ് പ്ലൂറൽ ആണ്. ദിസ് എന്ന സിംഗുലറിന്റെ പ്ലൂറൽ ആണ് ദീസ്. അപ്പൊ അതിന് തുല്യമായിട്ടുള്ള ഓക്സിലറി ഏത് വരും? സിംഗുലർ ആണെങ്കിൽ ഈസും, പ്ലൂറൽ ആണെങ്കിൽ ആറും. അപ്പൊ നമുക്ക് ആറാണ് വരേണ്ടത്, ആർ. ഇവിടെ വുഡ് ബി ഒന്നും നമുക്ക് ആവശ്യമേ ഇല്ല, അപ്പൊ തന്നെ നമുക്ക് വെട്ടാം. ദെൻ വിയറിന്റെ V3 വോൺ ഫോർ ദ പാർട്ടി. ഓപ്ഷൻ സി ആണ് ഉത്തരം. അപ്പൊ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഒരു ഇഫ് ക്ലോസ് വന്നു കഴിഞ്ഞാൽ രണ്ട് ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? പാസീവ് വോയിസ് ആക്കും. രണ്ട് ഭാഗവും നമുക്ക് പാസീവ് വോയിസ് ആക്കണം. അപ്പോൾ ഓരോ ക്ലോസും എടുത്ത് ചെയ്യുക, ഓരോന്നും കീറി മുറിച്ച് ചെയ്യുക. അപ്പോൾ കീറി മുറിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് വലിയ സെന്റൻസുകൾ പാസീവ് വോയിസ് ആക്കാൻ കഴിയുക. സെറ്റ് അല്ലേ? ഓപ്ഷൻ സി ആണ് ഉത്തരം അല്ലെ, ഓപ്ഷൻ സി ആണ് ഉത്തരം. വീണ്ടും ഒരു വലിയ സെന്റൻസ് തന്നിട്ടുണ്ട്. സെലക്ട് ദ കറക്റ്റ് പാസീവ് വോയിസ് ഔട്ട് ഓഫ് ദ 4 സജസ്റ്റഡ് ആൾട്ടർനേറ്റീവ് ഫോർ ദ ഫോളോയിങ് സെന്റൻസ്. ദ ബോയ്സ് വെയർ വാച്ചിങ് ഫുട്ബോൾ മാച്ച്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. അപ്പൊ നമുക്ക് ഫുട്ബോൾ മാച്ച് തുടക്കത്തിൽ വരണം. എല്ലാത്തിലും ഫുട്ബോൾ മാച്ച് തുടക്കത്തിൽ വന്നിട്ടുണ്ട്. ദെൻ ഇനി നമുക്ക് വേണ്ടത് ഇവിടുത്തെ ഓക്സിലറി വെയർ ആണ്. ഓക്സിലറി വെയർ ആണ് എങ്കിൽ നമുക്ക് വാസ് അല്ലെങ്കിൽ വെയർ ആണ് ഓക്സിലറി ആയിട്ട് വരേണ്ടത്. ടെൻസ് മാറില്ല, അതേ ടെൻസിൽ തന്നെ ഓക്സിലറി ആയിരിക്കും വരേണ്ടത്. അപ്പൊ ഒന്നുകിൽ വാസ് വരണം അല്ലെങ്കിൽ വെയർ വരണം. ഇവിടെയും വാസ് വന്നിട്ടുണ്ട്, ഇവിടെയും വാസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഫുട്ബോൾ മാച്ച് എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് വാസ് കൊടുക്കാം, അത് ഓക്കെയാണ്. ഇനി ഒരു പാസീവ് വോയിസ്, ഒരു ആക്റ്റീവ് വോയിസ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസീവ് വോയിസ് ആക്കുന്ന സമയത്ത് നമ്മൾ ബീയിങ് ചേർക്കണം. ഓക്സിലറിക്ക് ശേഷം ബീയിങ് ചേർക്കണം. ബീയിങ് വന്നിട്ടുള്ളത് ഇവിടെ മാത്രമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ആക്റ്റീവ് വോയിസ് കണ്ടിന്യൂസ് ആണെന്ന് എങ്ങനെ തിരിച്ചറിയും? ആം, ഈസ്, ആർ, വാസ്, വെയർ പ്ലസ് ജെറണ്ട് ആണ്, വെർബ് പ്ലസ് ING അല്ലെ. ആം, ഈസ്, ആർ, വാസ്, വെയർ ഓക്സിലറി ആയിട്ട് വരികയും അതിനുശേഷം ING ഫോമുള്ള വെർബ് വരികയും ചെയ്താൽ അത് കണ്ടിന്യൂസ് ആണ്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ടുള്ള ടെൻസ് ആണെങ്കിൽ ബീയിങ് ഉണ്ടാകും. കണ്ടോ, ഇവിടെ വെയർ പ്ലസ് ജെറണ്ട് ആണ്. അപ്പൊ ഇത് കണ്ടിന്യൂസ് ടെൻസ് ആണ്. കണ്ടിന്യൂസ് ടെൻസ് അത് പാസ്റ്റ് ആകട്ടെ പ്രസന്റ് ആകട്ടെ നമുക്ക് പാസീവ് വോയിസ് ആക്കുമ്പോൾ ബീയിങ് ചേർക്കണം. ആ ഒരൊറ്റ റൂള് മാത്രം നിങ്ങൾ ചിന്തിച്ചാലും ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുമായിരുന്നു. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. സെറ്റ് അല്ലേ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. പിക്ക് ഔട്ട് ദ പാസീവ് ഫോം ഓഫ് ദ സെന്റൻസ് ഗിവൺ ബിലോ ഫ്രം ദ ഓപ്ഷൻസ്. ദേ വെയർ ബീറ്റിംഗ് ദ ബോയ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ റൂൾ ഉണ്ടല്ലോ, അത് മാത്രം നമുക്ക് ചിന്തിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞത് എന്താ? കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ ബീയിങ് ഉണ്ടാകും. ഇത് കണ്ടിന്യൂസ് ടെൻസ് ആണ്, കാരണം വെയറും ING ഫോമാണ്. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ട് ബീയിങ് വരണം. അപ്പൊ നമുക്ക് ബീയിങ് ഇല്ലാത്തത് വെട്ടാം. ഓപ്ഷൻ സി മാത്രമേ വെട്ടാൻ പറ്റൂ. ഡി നൺ ഓഫ് ദി എബോവ് ആയതുകൊണ്ട് അത് ആദ്യമേ ചാടി കയറി വെട്ടരുത്. എന്നാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ദ ബോയ് തുടക്കത്തിൽ വരണം, തുടക്കത്തിൽ വന്നിട്ടുണ്ട്. ദെൻ ദ ബോയ് സിംഗുലർ ആയതുകൊണ്ട് വാസ് വരണം, വെയർ വരാൻ പാടില്ല. അപ്പൊ നമുക്ക് ഓപ്ഷൻ ബിയും വെട്ടാം. ദെൻ ബീയിങ് വന്നിട്ടുണ്ട്. ബീറ്റിന്റെ V3 ആണ് ബീറ്റൺ. ദെൻ ബൈ, ദേ എന്നുള്ളത് ദം ആകും. സെറ്റ് ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. സെറ്റ് അല്ലേ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. എ ഗ്യാങ് ഓഫ് തീവ്സ് അറ്റാക്ക്ഡ് ഹിം. പാസീവ് വോയിസ് ആക്കാനാണ് അല്ലെ, ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. അപ്പൊ എ ഗ്യാങ് ഓഫ് തീവ്സ് ഇത് ഇത്രയും സബ്ജക്റ്റ് ആണ്, ഹിം ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഹിം ഒബ്ജക്റ്റ് ആണ്, ഇതിനെ സബ്ജക്റ്റ് ആക്കുമ്പോൾ ഹി ആകും. എല്ലാത്തിലും ഹി വന്നിട്ടുണ്ട്. ദെൻ ഇവിടെ അറ്റാക്ക്ഡ് V2 ആണ് അല്ലെ. V2 വന്നു കഴിഞ്ഞാൽ ആക്റ്റീവ് വോയിസിൽ V2 വന്നു കഴിഞ്ഞാൽ പാസീവ് വോയിസിൽ ഒന്നെങ്കിൽ വാസ് ആയിരിക്കും അല്ലെങ്കിൽ വെയർ ആയിരിക്കും. വാസും വെയറുള്ള എത്ര എണ്ണം ഉണ്ട്? ആകെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ അല്ലെ. ബാക്കി നമുക്ക് നോക്കാം. അറ്റാക്ക്ഡ് എന്നതിന്റെ V3 തന്നെയാണ്. ദെൻ ബൈ കറക്റ്റ് വന്നിട്ടുണ്ട്. എ ഗ്യാങ് ഓഫ് തീസ് ബാക്കിയെല്ലാം കറക്റ്റ് വന്നിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കണ്ടോ, ഞാൻ പറയുന്ന അതേ ഓർഡറിൽ ചിന്തിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താൻ കഴിയും. സെറ്റ് അല്ലേ? സോ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എല്ലാ പരീക്ഷകളിലും ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. എലിമിനേഷൻ ടെക്നിക്കിലൂടെ നമുക്കിത് സിമ്പിളായിട്ട് ആൻസർ കണ്ടെത്താൻ കഴിയും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസിന്റെ ബേസിക് റൂൾസ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ.
ഇതേപോലെ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലെ കൂടുതൽ ചോദ്യങ്ങളും കൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ ടിപ്സ് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. ഞാൻ റൂൾസ് അല്ല, ടിപ്സ് ആണ്, അല്ലെങ്കിൽ എലിമിനേഷൻ ടെക്നിക്കാണ് നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടും പഠിക്കുക. ഈ ഒരു പരീക്ഷയിൽ തന്നെ നല്ല മാർക്ക് വാങ്ങി അടുത്തൊരു പ്രവൃത്തി വർഷം ഗവൺമെൻറ് ജോലിയിലേക്ക് പ്രവേശിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.